വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഞാൻ ഗൾഫിൽ എൻ്റെ കുട്ടികൾ ചെറുതായിട്ട് താമസിക്കുന്ന കാലം ഞങ്ങളവിടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ബീച്ചിൽ പോയി. ബീച്ചിൽ പോയി. അപ്പം ഞാനിങ്ങനെ കന്ന് നീന്താനായിട്ട് എനിക്ക് അധികം പറ്റില്ല, ശ്വാസം കിട്ടില്ല. ഇങ്ങനെ മലന്നുള്ള നീന്തൽ എനിക്ക് സാധിക്കും. എന്തോരം നേരം വേണമെങ്കിലും കടലായാലും കുളമായാലും ഇങ്ങനെ മലന്നടിച്ചിട്ട് ഇങ്ങനെ കിടക്കാനും നീന്തി ഇങ്ങനെ അങ്ങനെ പോകാനും എനിക്ക് സാധിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഒരു 87 കാലഘട്ടത്തിൽ 1987 കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ബീച്ചിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി മുടക്ക് ദിവസം പോയിട്ട് ഞാനിങ്ങനെ നീന്തി നീന്തി ഇങ്ങനെ പോയി. അപ്പോൾ എന്തൊക്കെയോ ആലോചിക്കും. കാലൊക്കെ കൈ ഇങ്ങനെ കുരിശിൻ്റെ ആകൃതിയിൽ പിടിക്കും, കാലിൻ്റെ പാദം ഇങ്ങനെ ഇതാക്കും, കൈ കുരിശാകൃതിയിൽ പിടിച്ച് സ്തുതി പിടിച്ച പോലെ ഇങ്ങനെ പിടിച്ച് കാല് മാത്രം പതുക്കെ പതുക്കെ ഇങ്ങനെ തുഴഞ്ഞിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ അപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ശബ്ദം. അപ്പോഴാണ് ഞാൻ വേഗം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ 2 ലൈഫ് ഗാർഡ് എന്നല്ലേ പറയുക അവരെന്നെ. അവർ ഞാനിങ്ങനെ കിടക്കണ കണ്ടിട്ട് മരിച്ചിട്ടാണ് ആ വെള്ളത്തിൽ ചത്ത് പൊന്തിയതാണാവോ എന്ന് വിചാരിച്ചിട്ട് ലൈഫ് ഗാർഡ് വന്നതാണ്. രണ്ട് പേര് എൻ്റെ അടുത്തേക്ക്. അപ്പം ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോയി ആഴക്കടലിലേക്ക് പോയി. ചിലപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊന്തെത്തിക്കുക, കരുണയുടെ പ്രാർത്ഥന എത്തിക്കുക, തന്നെ ഇങ്ങനെയും പിടിച്ച് ഇങ്ങനെ കാലും ചവിട്ടി ഇങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം വന്നപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് വെള്ളം ചവിട്ടുമ്പോൾ ഇങ്ങനെ നോക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഞാൻ മരിച്ചിട്ട് ചത്തിട്ട് കിടക്കണതല്ല എന്ന്. അങ്ങനെ ഞാൻ അപ്പോൾ അവർ എന്നെ അവരുടെ അതിലേക്ക് ആ സാധനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കൊരു നാണക്കേട് പോലെ തോന്നി. അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും സംസാരിക്കാൻ അറിയില്ലല്ലോ. പൊടമാരുടെ ഭാഷയിൽ പറഞ്ഞു, ഞാനിങ്ങനെ നീന്തി വന്നോളാം, നിങ്ങൾ പൊക്കോ. അപ്പോൾ കര നോക്കിയപ്പോൾ ബീച്ചിൻ്റെ കരയ്ക്ക് ഫ്രണ്ട്സും എല്ലാവരും ആകെ പേടിച്ചാണ്. അവരാണോ എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും ഫ്രണ്ട്സിൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട്. അവരവിടെ നിന്നിട്ട് അവരാണോ ലൈഫ് ജാക്കറ്റിനെ ലൈഫ് ഗാർഡിനെ വിട്ടേക്കണേ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, നീ ഇങ്ങനെ അറ്റത്ത് പോയി, ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഒരു പിടിയില്ല, ഞങ്ങളിങ്ങനെ ആകാതിച്ച് വെച്ചോണം. നോക്കുമ്പോഴാണ് ഈ ലൈഫ് ഗാർഡ് അങ്ങോട്ട് പോണത് കണ്ട് അവർ സമാധാനിക്കണം. അപ്പം ഞാൻ അവരോട് വന്നിട്ട് നിങ്ങൾ അപ്പോൾ ആഴക്കടലിലെത്തി ഞാൻ. പക്ഷേ ഞാൻ കൊന്തെത്തിക്കുന്നുണ്ട്, കരുണയുടെ പ്രാർത്ഥന എത്തിച്ച് കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ കാല് തള്ളി ഇങ്ങനെ കടലിൽ ഇങ്ങനെ പോണത്. ഭാഗ്യം മസ്കറ്റ് കടലിൻ്റെ ആഴക്കടലിലേക്ക് പോയിട്ട് ബോംബെ കടലിൽ ചെന്നെത്തഞ്ഞത്. അപ്പം ഞാൻ ഇവരോട് ആക്ഷൻ കാട്ടി. അറബികളാണ് അത് ഈ ലൈഫ് ഗാർഡ്. അപ്പം ഞാൻ പറഞ്ഞു, പോയിക്കോ, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആഴക്കടലിൻ്റെ അവിടെ നിന്ന് അവർ 2 സൈഡിലുമായിട്ട് ഞാനിങ്ങനെ നീന്തി മലന്നടിച്ച് നീന്തി കുറച്ച് നേരം കൊണ്ട് കരയ്ക്കെത്തി. അവർ എന്താ പറയുക, അവർ 2 സൈഡിൽ നിന്ന് അവർ പതുക്കെ കരക്കിലേക്ക് എൻ്റെ ഒപ്പം തന്നെ 2 സൈഡിലായിട്ട് അവർ വന്നു, അവിടെ എത്തി. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് ചീത്ത കിട്ടും, അത് സാരില്ല. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണെങ്കിൽ
ഏത് സാഹചര്യത്തിലും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനൊരു അതിശയം ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഭവനത്തെ, നമ്മൾ പോകുന്ന സ്ഥലം, നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണെങ്കിൽ നമുക്ക് യാതൊന്നും ഭയപ്പെടണ്ട കേട്ടോ. പിന്നെ നമ്മളുടെ മരണം ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലും നമുക്ക് മരിക്കാം. നമ്മളെ ദൈവം ഇന്ന സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ നീന്തി ഇങ്ങനെ ആഴക്കടലിൽ പോയതെല്ലാം ഒരു നിമിത്തമായിരിക്കാം. നമ്മുടെ മരണത്തിൻ്റെ സമയമൊക്കെ എടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാരണങ്ങൾ, അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം മരിക്കാനുള്ള. അത്രയൊക്കെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കൽ കണ്ണൂർ എൻ്റെ ആത്മാവാണ് സഹായകം പുസ്തകത്തിലുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ടത്. കണ്ണൂർ ചേട്ടൻ്റെ നമ്പ്യാരാണ് അവർ. ചേട്ടൻ്റെ ഓഫീസിലത്തെ ഈ മാനേജർ എന്ന് വെച്ചാൽ ആൾക്കാർ എടുക്കണ ഡിപ്പാർട്ട്മെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്. അവരുടെ വീട് കണ്ണൂരാണ്. 2 പെൺമക്കളുണ്ട്. ഒരു മോള് ഡോക്ടറാണ്, ഒരു മോൻ അമേരിക്കയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ 2 മക്കളുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർക്ക് ഞാനും ചേട്ടനും എൻ്റെ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. അകലെന്ന് കല്യാണത്തിൻ്റെ ആ ഇത് നടക്കണ ഹോട്ടലിൻ്റെ അവിടെയും വലിയ സ്ഥലത്താണ് കല്യാണം നടക്കണം. അകലെന്ന് കാണുമ്പോൾ തന്നെ ഈ മക്കൾ ഇന്ന് 2 പേർക്കും ഇരണ്ടിശ കുട്ടികളായി, ഡോക്ടറും വലിയ ഉദ്യോഗസ്ഥ അമേരിക്കയിലൊക്കെ ആയ ഈ 2 മക്കളും അവരുടെ അവിടേക്ക് എത്തുമ്പോഴേ തന്നെ ഓടി വന്നു ഓമനാൻ്റിയെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കും. അവരെല്ലാം കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ ഗൾഫിൽ മുടക്ക് ദിവസം വീട്ടിലേക്ക് വരും എല്ലാ ഫ്രണ്ട്സിന്. അപ്പോൾ ബീഫ് വറുത്തത് അവർ ബീഫ് വെക്കില്ല, നന്നായിട്ട് കഴിക്കും. അപ്പോൾ ബീഫ്, ചിക്കൻ, ചില്ലി ചിക്കൻ അതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ചീട്ട് കളിക്കും. തമാശയ്ക്ക് ചീട്ട് കളിയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ എല്ലാവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ ഒരകത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത്തിരി 7 മണിക്കാണ് വരിക. 10 മണി, 9 മണി, 9:30 വരെ കളി വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അവർക്കൊക്കെ ബീഫ് കറിയും ബ്രെഡും ചപ്പാത്തി എന്തൊക്കെയൊക്കെ ഞാൻ കൊടുക്കും. എല്ലാ കുട്ടികളും ഒരു 5-10 കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം മസ്കറ്റിൽ വീട്ടിൽ. അപ്പോൾ അത് കാരണം തന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ കല്യാണത്തിൻ്റെ അന്ന് നടക്കണ അതിന് മുന്നേ താലികെട്ട് നടക്കണേക്കാളും മുന്നേ അവർ കോമ്പൗണ്ടിൽ, ഇത്രയും വലിയ റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വരണതാണ് ഓമനാൻ്റിയെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച്. അപ്പം ഞാൻ അയ്യോ, ആദം എന്നാണ് പേര് കേട്ടോ, ആദം മകൻ്റെ പേര്. ഈ മാനേജർ റിക്രൂട്ടിൽ നിൻ്റെ അതിൽ ജോലി ചെയ്യുന്ന ആളുടെ മോൻ്റെ പേരാണ്. അപ്പോൾ ഓമനാൻ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച പോലെ വന്നപ്പോൾ അയ്യോ, ആദത്തിൻ്റെ പെണ്ണവിടെ നിൽക്കുന്നുണ്ട്, എന്താ വിചാരിക്കുക. അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നണ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ മകൻ ഈ പെങ്ങളുടെ കല്യാണം, ആദ്യം മോളുടെ കല്യാണം ഉണ്ടായ കല്യാണം കഴിഞ്ഞ് അവർ കണ്ണൂരുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് ആ മകൻ അവരുടെ വണ്ടി എടുത്ത് ഞങ്ങൾ ട്രെയിനാണ് അവിടെ നിന്ന് പോയത്. അങ്ങനെ ആ വണ്ടിയിൽ ഞങ്ങൾ പോയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ ഒരു ഓമനാൻ്റിയെ, ഇവിടെ ഒരു അമ്പലമുണ്ട്, മുത്തപ്പൻ്റെ അമ്പലം എന്നാണ് പറയുക. ഭയങ്കര അതിശയമാണ്. ആ അമ്പലത്തിലത്തെ ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും പയറും കഞ്ഞിയും കൊടുക്കും. പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും നേർച്ച കൊടുക്കുക, ആൾക്കാർ ചെത്തുകളൊക്കെ കൊടുക്കുക. അവിടെ അമ്പലത്തിലേക്ക് ചെത്തുകൾ കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പരിപൂജയൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും വെറുതെ കഞ്ഞിയും പയർ കൂട്ടാനും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്പലത്തിലേക്ക് വരികയാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും. കുട്ടികൾക്ക് അപ്പോൾ അത്ര വയസ്സൊന്നും, കല്യാണം ആയപ്പോഴേക്കും ഇത്തിരി വയസ്സുണ്ട്.
എൻ്റെ 2 പെൺമക്കൾക്ക് പ്രായമുണ്ട്. ഈ മകനെ അവരുടെ മകളുടെ കല്യാണത്തിൻ്റെ ഇതിന് വന്നിട്ട് ഒരു ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചു 2 ദിവസം. എന്നിട്ടാണ് വന്നത്. അപ്പോൾ ഈ മുത്തപ്പൻ്റെ അവിടേക്ക് പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് കാണാമെന്നേ, ഓരോ സ്ഥലങ്ങൾ കാണാനല്ലേ നീ ഇത്ര കഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് ഞങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനെ ഈ അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ കാറിലിരുന്നു കൊണ്ട് തന്നെ പോകാൻ പോകുന്ന അമ്പലത്തിൻ്റെ വിശേഷം അവിടുത്തെ മുത്തപ്പനാണ് ആരാധിക്കണേ. അപ്പോൾ ഈ ആദം ഈ മകനോട് പറഞ്ഞു, നമുക്കൊന്ന് കയറാം ഒമ്മനാൻ്റി അകത്തേക്ക് കടന്നില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് എന്നിട്ട് കഞ്ഞിയൊക്കെ കഴിക്കാം. അതൊക്കെ ചെയ്യാം, ഒമ്മനാൻ്റി പുറത്ത് നിന്നാൽ മതി. പക്ഷേ ഒമ്മനാൻ്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ, ജാതി മതമൊന്നും ഇവിടെ നോക്കില്ല ആൾക്കാർ, എല്ലാവരും വരാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പുറത്ത് പൂജ നടക്കണം, എൻ്റെ അവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഉള്ളിൽ പോയി. ഞാനും ചേട്ടനും പുറത്ത്, നിങ്ങൾക്ക് കാണാം പുറത്ത് നിന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ എൻ്റെ പുസ്തകം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചേ, കാറിലിരുന്നിട്ട് പറഞ്ഞേ ആദത്തിനോട് പറഞ്ഞു, നീയേ ഇവിടെ വല്ല ലൈബ്രറികളുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം വയ്ക്കാൻ പറ്റിയ ഓരോ ബുക്ക് വയ്ക്കാൻ പറ്റിയ ലൈബ്രറി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അത് ഞാൻ പറയാം, ഇപ്പം നമ്മൾ അമ്പലം കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അതെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ ഞാൻ വല്ലോടം നോക്കട്ടെ, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ലൈബ്രറി എന്ന് ഈ ആദം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ. അപ്പോൾ ഇത് ഒരു കാര്യം കൂടി പറഞ്ഞു, മുത്തപ്പനോട് പറഞ്ഞാൽ എന്തും നടക്കും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് അപ്പോൾ എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കൃഷ്ണ, എൻ്റെ മുത്തപ്പ, എൻ്റെ കർത്താവേ, മനുഷ്യരെ പറയുമ്പോഴും എൻ്റെ ഇന്നാളെ ഫ്രണ്ട്സിനെ ആയാലും എൻ്റെ വിജയെ, എൻ്റെ ചേച്ചിയെ, അങ്ങനെയാണ് എൻ്റെ സംസാരം. അപ്പോൾ അവിടെ പുറത്ത് നിന്നിട്ട് എൻ്റെ മുത്തപ്പ, എനിക്ക് എൻ്റെ പുസ്തകമൊക്കെ ഇവിടെ കണ്ണൂർ എത്ര ലൈബ്രറി ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ ആദത്തിന്. ആദം മകൻ്റെ പേരാണ്, ആദത്തിന് കാട്ടി കൊടുക്കണം. ആദം എന്നോട് വെക്കാനായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ട് വണ്ടി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തപ്പ എൻ്റെ പുസ്തകമൊക്കെ കൊണ്ടുവന്നതൊക്കെ ലൈബ്രറിയിലൊക്കെ വെക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് നിന്നിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാം എൻ്റെ മുത്തപ്പോ. അപ്പോൾ എൻ്റെ പുസ്തകമൊക്കെ ലൈബ്രറി കാട്ടി തന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അപ്പോൾ കഞ്ഞി കുടിച്ചു. പയറും കഞ്ഞി കുടിച്ചു എന്ന് തോന്നുന്നു, കഴിച്ച ഓർമ്മയില്ല. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി പടി കടന്ന് വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഞാൻ പറയണ, അതെന്തേ ലൈബ്രറി, ഞാൻ കണ്ടിട്ടില്ല, ഓമനാൻ്റി കണ്ട, ഓമന നീ ഒന്ന് വാടാ. അപ്പോൾ വേഗം അവനും കൂടി ചേട്ടൻ കാറിലിരുന്നു, ഞാനും ആദം കൂടി ആ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം കൊടുത്തു. 2 പുസ്തകം, രാജാവായിരുന്ന ഈശോ, ആത്മാവാണ് സഹായകനും, അങ്ങനെ 2 പുസ്തകം ആ ലൈബ്രറിയിൽ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാറിലിരുന്നപ്പോൾ, ആദം നീ പറഞ്ഞത് ശരിയാട്ടാ, ഈ മുത്തപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നു നീ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് എന്ത് നമ്മൾ ഈ മുത്തപ്പനോടൊരു കാര്യം പറഞ്ഞോ അത് സാധിച്ചു കിട്ടും. അപ്പോൾ ഞാനത് അപ്പോൾ പലരും പലതരത്തിൽ ചിലപ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ പോയി മുത്തപ്പനെയായി ആരാധിക്കണേ. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ സ്നേഹം സർവർക്കിഷ്ടം, സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലതും സഹിക്കുന്നു, അങ്ങനെ കുറച്ച് വരികളുണ്ട്. ഗലാത്യയുടെ ഭാഗത്താന്ന് തോന്നുന്നുണ്ട്, അല്ല 1 കൊറിന്തോസിലാന്ന് തോന്നുന്നുണ്ട്, 13-ാം ഇതിലെ വാക്യങ്ങൾ. സ്നേഹം സർവർക്കിഷ്ടം, അതിലിങ്ങനെ സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. അതല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ 1-ാം പ്രമാണം തെറ്റിച്ചിട്ടല്ല. അതൊക്കെ നമ്മൾ ഒരു ഇതിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവ് തന്നെ 1-ാം സ്ഥാനം. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവും. അവിടെ ഞാൻ ഇത്രയും ചിന്തിച്ചുള്ളൂ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാ നീ പറഞ്ഞ് ശരിയാട്ടാ, ഞാൻ വെറുതെ ഞാനും ചേട്ടനും പുറത്ത് നിന്നപ്പോഴേ നീ ഉള്ളിൽ പോയില്ലോ,
അപ്പം ഞാനും ചേട്ടനും പുറത്തു നിന്നപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ആദം പറഞ്ഞല്ലോ മുത്തപ്പ, എന്ത് പറഞ്ഞാലും അത് നടക്കുന്നു. എന്നാൽ മുത്തപ്പ എനിക്ക് ലൈബ്രറി കാട്ടി തന്നോളൂട്ടോ, ദൈവമഹത്വത്തിനായിട്ട് എനിക്ക് കുറച്ച് പുസ്തകം കൊണ്ടുവന്നത് ലൈബ്രറിയിൽ വെക്കണം ഈ കണ്ണൂർ. അപ്പോൾ അപ്പോൾ അത് നടന്നു. അപ്പോൾ അതൊരു ഒരു ഒരു അതിശയം പോലെ തോന്നി. അപ്പോൾ 2 കാര്യമായില്ലേ. ഇന്ന് കടലിലത്തെ കാര്യം, കടലിൽ ആഴക്കടലിൽ പോയി. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഉള്ളിൽ ചിന്തിച്ചു, ദൈവമേ എന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഇനിയുണ്ട്, അല്ലെങ്കിൽ എന്നെ മസ്കറ്റ് കടലിൽ നിന്ന് എന്നെ ബോംബെ കടലിലേക്ക് എത്തിച്ചേനെ. അപ്പോഴേക്കും ഇതൊക്കെ എന്നെ അറിയിപ്പ് തന്ന് എന്നെ കരക്കെത്തിച്ചു. ഓ എൻ്റെ ദൈവമേ നിനക്ക് നന്ദി. അങ്ങനെ അപ്പോൾ എപ്പോഴും എന്തുണ്ടായാലും അപ്പം നന്ദിയും പറയും. പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ച വിളിപ്പുറത്തെന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നതാണ്. അതാണ് കുഞ്ഞുനാൾ തൊട്ട് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് എൻ്റെ 5 വയസ്സ് മുതലുള്ള എൻ്റെ ജീവിതം തന്നെ അങ്ങനെ തന്നെയാണ്. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവേ കർത്താവേ എന്ന ഉള്ളിൽ നിന്ന് വരും. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയെ, എൻ്റെ മാതാവേ, അങ്ങനെയൊക്കെ ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴും, വിഷമം പിടിച്ച കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴും എൻ്റെ മാതാവേ നീ എന്നെ രക്ഷിച്ചു, അങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരും. അപ്പോൾ അത് ഈ 2 അതിശയം വലിയൊരു അതിശയം തന്നെയാണ്. ലൂക്ക 1:57 മുതലുള്ള വാക്യങ്ങൾ. സ്നാപകയോഹന്നാൻ്റെ ജനനം. ലൂക്ക 15-ാം അധ്യായം ലൂക്ക 1:57 മുതലുള്ള വാക്യങ്ങൾ. സ്നാപകയോഹന്നാൻ്റെ ജനനം. എലിസബത്ത് പ്രസവ സമയമായി, അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ യോഹന്നാൻ എന്ന് വെച്ചാൽ ദൈവം കരുണ, യോഹന്നാൻ എന്ന പേരിൻ്റെ അതിൽ ദൈവം കരുണ കാണിച്ച അവൻ അവരോട് പറഞ്ഞു, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടും. അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേർ. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ടോ? അപൂർവം ചിലവരാണ് സന്തോഷിക്കുകയുള്ളൂ. ഒരുവിധ ആൾക്കാർക്ക് അസൂയയുണ്ടാവും, കുറ്റപ്പെടുത്തുന്നതുണ്ടാവും. എന്നാലും പ്രായമായിട്ട് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇനി ഒന്നും പ്രസവത്തിന് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ദൈവമേ ആ സന്തോഷം അവർക്ക് കൊടുക്കണേ, കുട്ടി ജനിച്ച് അവർക്കൊരു വയസ്സാം കാലത്ത് ഒരു സന്തോഷം ഉണ്ടാവണേ എന്ന് ഉള്ളു നിറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ എത്ര പേരുണ്ടാവും? ഞാൻ ആലോചിക്കുകയാണ്. ചിലവർക്ക് വയസ്സായിട്ടിപ്പോൾ ഒരു കുട്ടി ഉണ്ടാവാനായിട്ട് നടക്കണം, ആ രീതിയിൽ കുറ്റപ്പെടുത്തും. പഴിചാരൽ കളിയാക്കൽ.
മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ കാണുമ്പോഴും അനുഗ്രഹം കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള മനസ്സാണ് നമ്മൾ ഓരോരുത്തർക്കും ദൈവം, നമ്മൾ ഓരോരുത്തരിലും ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിൽ എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? എലിസബത്ത് പ്രായമായ ഒരു കുട്ടിയെ ജന്മം കൊടുക്കുന്നു എന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അസൂയപ്പെടാതെ എല്ലാവരും ഒന്ന് ചിന്തിക്കുക.